നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വേണമെങ്കിൽ കോഫി ഷോപ്പിൽ ഞാനും വരാം. എനിക്കിതിൽ സന്തോഷമേ ഉള്ളൂ. നീയും കൂടി എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഐ എം വെരി ഹാപ്പി. ഇത്തരം കേസുകളില് ഫസ്റ്റ് സ്റ്റെപ്പിലെ കറക്റ്റ് രോഗനിർണയമാണ് ചിലപ്പോൾ പ്രോബ്ലം ആയിട്ട് മാറുന്നത്. ഈ ടിഷ്യൂസിന്റെ ഗ്രോത്തിന് പലപ്പോഴും തെറ്റായി രോഗനിർണയം നടത്താറുണ്ട്. അത്തരം കേസുകളില് ചിലർ സർജറി ചെയ്യാറുണ്ട്. അത് വലിയ റിസ്ക് ആണ്. അങ്ങനെയുള്ള കേസുകളില് പിന്നീട് പ്രഗ്നൻസി ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല. എന്നാൽ ഡോക്ടർ സന്ധ്യ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ഇത് കറക്റ്റ് ആയിട്ട് ഫൈൻഡ് ചെയ്തു. വളരെ എക്സ്പേർട്ട് ആയൊരു ഡോക്ടർക്ക് മാത്രമേ അതിന് സാധിക്കൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യു ആർ വെരി ലക്കിന്ന്. ഇപ്പൊ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകുപ്പുണ്ട്. വി ഹാവ് എ പോസിറ്റീവ് സൈൻ. നമുക്ക് ചില ടെസ്റ്റുകൾ കൂടി നടത്തണം. ഒരു 6 മാസം കൃത്യമായ ട്രീറ്റ്മെന്റ് എടുക്കണം. അത് എപ്പോ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഡോക്ടർ? ദാ ഇപ്പോ നമ്മള് ട്രീറ്റ്മെന്റ് തുടങ്ങിക്കഴിഞ്ഞു. ഇന്നു മുതൽ എന്നോട് ഡിസ്കസ് ചെയ്യാതെ ഒരു ചെറിയ ടാബ്ലറ്റ് പോലും നിങ്ങൾ രണ്ടുപേരും കഴിക്കാൻ പാടില്ല. അതേസമയം ഞാൻ തരുന്ന മെഡിസിൻസ് എല്ലാം കൃത്യമായിട്ട് കഴിക്കുകയും വേണം. ടൈം ടു ടൈം അതിന്റെ റിപ്പോർട്ട് എനിക്ക് തരികയും വേണം. ഡോക്ടർ പറയുന്നത് എന്തും ഞങ്ങൾ അനുസരിക്കാം. ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം. മറ്റൊരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. എന്താ ഡോക്ടർ? അത് നിങ്ങൾ അഡോപ്റ്റ് ചെയ്ത ആ കുട്ടിയെക്കുറിച്ചാ. സ്വന്തം രക്തത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോ അഡോപ്റ്റ് ചെയ്ത ചൈൽഡ് ഒരു പ്രോബ്ലം ആയിട്ട് മാറരുത്. 2 കുട്ടികളെയും ഒരേപോലെ കാണാൻ നിങ്ങൾക്ക് കഴിയണം. തീർച്ചയായും ഡോക്ടർ. ഇനി ഞങ്ങൾക്ക് എത്ര കുഞ്ഞുങ്ങളുണ്ടായാലും ഞങ്ങളുടെ ആദ്യത്തെ പൊന്നുമോൾ അവള് തന്നെയാ. ചില അഡോപ്ഷൻ കേസുകളില് ഇതുപോലെ മോശമായ അനുഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ആദ്യം ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യും. കുറച്ചു കഴിയുമ്പോ അവർക്ക് സ്വന്തമായിട്ടൊരു കുഞ്ഞുണ്ടാവും. അഡോപ്റ്റഡ് ചൈൽഡ് പിന്നെ അവർക്കൊരു അനാവശ്യ വസ്തുവായിട്ട് മാറും. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല ഡോക്ടർ. അവള് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഈ ഭാഗ്യമുണ്ടായത്. യെസ്, ശരിക്കും ആ കുഞ്ഞാണ് നിങ്ങളുടെ ഭാഗ്യം. അത് മറക്കരുത്. ഇപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം. ചില ടെസ്റ്റുകൾക്ക് എഴുതി തരാം. അതെല്ലാം ചെയ്യണം. റിസൾട്ട് കിട്ടാൻ ഒരു 2-3 ഡേയ്സ് എടുക്കും. റിസൾട്ട് കിട്ടിയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഡോക്ടർ. ഗീത, പ്ലീസ് കം. ഡോക്ടർ, ഈ ടെസ്റ്റുകളെല്ലാം ചെയ്യണം. ആ റിപ്പോർട്ട് ആവുമ്പോ എന്നെ ഇൻഫോം ചെയ്യണം. ശരി ഡോക്ടർ. വരൂ ഡോക്ടർ. ഇതിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, താങ്ക്സ് ടു ഡോക്ടർ സന്ധ്യ. നിങ്ങളെ കറക്റ്റ് ട്രാക്കിലേക്ക് എത്തിച്ചത് അവരാണ്. അല്ലായിരുന്നെങ്കിൽ എനിക്ക് ഇത്ര ഈസി ആയിട്ട് ട്രീറ്റ്മെന്റ് തുടങ്ങാൻ പറ്റില്ലായിരുന്നു. എനിവേ, നമ്മൾ ഒരുമിച്ചൊരു യാത്ര തുടങ്ങുക. ആ യാത്ര തീരുമ്പോ നിങ്ങളുടെ കയ്യിൽ പുഞ്ചിരിക്കുന്ന ഒരു കുഞ്ഞുണ്ടാവും. ഐ എം ഷുവർ. താങ്ക് യു ഡോക്ടർ. എന്താ ഇത്ര വലിയ ആലോചന? അല്ല, എന്നും നമ്മളിങ്ങനെ വെറുതെ ഇരുന്നാ മതിയോ? മുന്നോട്ട് ജീവിക്കണ്ടേ? ഇപ്പൊ പഴയതുപോലെ അല്ലല്ലോ. ഞാൻ കുടുംബസ്ഥനായില്ലേ. നിന്നെ നല്ലതുപോലെ നോക്കേണ്ടത് എന്റെ കടമയല്ലേ? എന്ത് ചെയ്യാനാ പ്ലാൻ?
ഒരു ബിസിനസ് തുടങ്ങാനുള്ള പദ്ധതിയുണ്ട്. അത് കൊള്ളാം. എന്തേലും ഐഡിയ മനസ്സിലുണ്ടോ? ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ചെയിൻ കോഫി ഷോപ്പ്. കേരളത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം അതൊരു ബ്രാൻഡായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കണമെന്നാ. അതൊക്കെ അത്ര ഈസിയാണോ? ഒരുപാട് പണം വേണ്ടി വരില്ലേ? വേണം. തൽക്കാലം ഒരു കോഫി ഷോപ്പ് തുടങ്ങാനാണ് പ്ലാൻ. ഉം. എൻ്റെ ഫ്രണ്ട് ഫുൾ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. ഞാനത് നോക്കി നടത്തണം. ഒരു വർക്കിംഗ് പാർട്ട്ണറെ പോലെ. ആ ലാഭത്തിന്റെ 40% ഷെയർ ചെയ്യും. ആരാ ഈ ഫ്രണ്ട്? വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളാണോ? കോളേജില് എനിക്കൊപ്പം പഠിച്ചിരുന്ന ആളാ. അവനിപ്പോ US-ലാ. വിഘ്നേഷ്. എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഹെൽപ്പ് വേണോ? കുറച്ച് ഗോൾഡ് എന്റെ കയ്യിലുണ്ട്. 1-2 FDയും കിടപ്പുണ്ട്. വേണമെങ്കിൽ അതൊക്കെ എടുക്കാം. വേണ്ട, അതൊന്നും നീ എടുക്കണ്ട. എന്റെ അച്ഛൻ ഇത്രയും വലിയ ബിസിനസ് നടത്തുമ്പോ ധനുഷ് ഒരു കോഫി ഷോപ്പ് നടത്തുന്നത് ശരിയാണോ? നിനക്ക് നാണക്കേടുണ്ടോ? എന്ത് ജോലി ചെയ്ത് ജീവിക്കുന്നതിലും എനിക്കൊരു നാണക്കേടുമില്ല. ജോലി ചെയ്യാനുള്ള മനസ്സുണ്ടായാൽ മാത്രം മതി. വേണമെങ്കിൽ കോഫി ഷോപ്പിൽ ഞാനും വരാം. എനിക്കിതിൽ സന്തോഷമേ ഉള്ളൂ. നീയും കൂടി എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഐ എം വെരി ഹാപ്പി. അതൊരു ഡബിൾ എനർജിയാ. എന്തായാലും പ്രോജക്റ്റ് ഒന്ന് ഫൈനൽ ആവട്ടെ, എന്നിട്ട് ബാക്കി തീരുമാനിക്കാം. എന്തായാലും ഞാൻ ഈ കാര്യം അർച്ചനടുത്തിടുന്ന് പറയട്ടെ. ഇപ്പൊ തന്നെ പറയണോ? വേണം. ഞാൻ ഇപ്പൊ വരാം. അപ്പോ ധനുഷ് നന്നാവാൻ തീരുമാനിച്ചു അല്ലേ? ഇൻവെസ്റ്റ്മെന്റ് മുഴുവൻ ഇത് ഫ്രണ്ടാണ് ചെയ്യുന്നതെന്ന് ധനുഷ് പറഞ്ഞു. അവന് പണം വല്ലതും വേണമെന്ന് ചോദിക്കേ. എന്റെ കുറച്ച് പേഴ്സണൽ ഡെപ്പോസിറ്റ് ഉണ്ട്. ആവശ്യമുണ്ടെങ്കിൽ അതെടുക്കാം. അതൊന്നും വേണ്ട ഏട്ടാ. എന്റെ കയ്യിലുള്ള സ്വർണം എടുക്കാന്ന് പറഞ്ഞിട്ട് പോലും ധനുഷ് സമ്മതിച്ചില്ല. സ്വന്തം അധ്വാനം കൊണ്ട് ബിസിനസ് നടത്തണമെന്നാ ധനുഷിന്റെ ആഗ്രഹം. സ്നേഹയുടെ സ്വർണം എടുക്കാൻ തയ്യാറാവാത്ത ധനുഷ് പിന്നെ സച്ചേട്ടൻ പണം കൊടുത്താ വാങ്ങൂ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ എന്നോട് പറഞ്ഞാൽ മതി. ഞാൻ തരുന്ന പണമായിട്ട് നീ അവനോട് പറയണ്ട. നിന്റെ പേരില് ഡെപ്പോസിറ്റ് കിടന്ന പണമാണെന്ന് പറഞ്ഞാൽ മതി. എന്തായാലും നീ അവനോടൊന്ന് ചോദിക്കും. ചോദിക്കാം. പക്ഷേ ധനുഷയുടെ തീരുമാനം എടുത്താൽ പിന്നെ അതിന്ന് മാറില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.